തൊഴിലുറപ്പ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണ അക്കൗണ്ടൻ്റ് മുതൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മുതൽ എഞ്ചിനീയർ വരെയുള്ള ഓവർസർ വരെയുള്ള എല്ലാവരുടെയും ശമ്പളം പരിഷ്കരിക്കുന്നതിനുള്ള ഒരു പ്രപ്പോസൽ ഗവൺമെൻറ്റിലേക്ക് പോയിരുന്നു. ആ പ്രപ്പോസൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ ആ പ്രപ്പോസൽ പാസ്സായി, ഇതാ പാസ്സായിരിക്കുന്നു എന്ന് പറഞ്ഞ് യൂണിയൻ നേതാക്കളുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നേതാക്കളുടെ വീഡിയോ വരെ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ സെക്രട്ടേറിയറ്റിൽ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ആ ഫയൽ അതിവേഗത്തിൽ നീങ്ങുകയായിരുന്നു. LSGDയിൽ നിന്നത് സപ്പോർട്ടീവായി പോയി, അത് ഫിനാൻസിൽ ചെന്നു. പക്ഷേ അതിനിടയിൽ ഒരു അണ്ടർ സെക്രട്ടറിയുടെ ഒരു നോട്ട് കയറി കുരുങ്ങി. ശരിക്കും അതുവരെ അതിനൊരു പ്രശ്നമില്ലായിരുന്നു. അത് കുരുങ്ങിയപ്പോൾ അത് കുറച്ച് വല്ലാതെ കുരുങ്ങി സെക്രട്ടേറിയറ്റിനകത്ത്. പക്ഷേ ഇപ്പോഴിതാ കരാർ ജീവനക്കാർക്ക് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പൈസ കൊടുക്കുമെന്ന്, ശമ്പളം കൂട്ടി കൊടുക്കുമെന്ന് അസംബ്ലി പറഞ്ഞതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാണോ എന്നറിയില്ല, തൊഴിലുറപ്പുകാരുടെ ശമ്പളം കൂട്ടിക്കൊണ്ടുള്ള ഓർഡർ ഫിനാൻസ് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ഫിനാൻസ് മന്ത്രി ഒപ്പുവച്ചിരിക്കുന്നു എന്നാണ്, ഒപ്പുവച്ച് LSGDയിലേക്ക് ഫയൽ വന്നിരിക്കുന്നു എന്നാണ് ഫയൽ മൂവ്മെൻറ്റ് കാണിക്കുന്നത്. ഒപ്പുവച്ചില്ലെന്ന് അതിനകത്ത് അറിയാൻ പറ്റത്തില്ല, അതല്ലാതെ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ ഫയലിൻ്റെ മൂവ്മെൻറ്റ് അല്ലാതെ അറിയാൻ പറ്റും. എന്തായാലും എന്താണ് സംഭവിക്കുന്നത്? അക്കൗണ്ടൻ്റ് കം IT അസിസ്റ്റൻ്റ്, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, FMS ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 24,040 രൂപയിൽ നിന്ന് 32,550 രൂപ, നല്ലൊരു ഹൈക്ക് അതിനകത്ത് വരുന്നുണ്ട്. MGNRES ഓവർസിയർക്ക് 24,040 പ്ലസ് 1,500 PTA പെർമനൻറ്റ് ട്രാവൽ അലവൻസ് ഉള്ളത് 32,550 അവർക്കും കൂടുന്നുണ്ട്. അക്രഡിറ്റഡ് എഞ്ചിനീയറിൻ്റെ വീണ്ടും ഒരു സാലറി കൂടിയിട്ടുണ്ട്, അത് ഞാൻ രണ്ടാമത് പറയാം. 31,460 നിന്ന് 37,800 വന്നു. അത് പക്ഷേ 45,000 ഉയരുന്ന വേറൊരു കഥയും കൂടെ വന്നിട്ടുണ്ട്. ജില്ലാ ITP എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് 31,460 നിന്ന് 37,800 അത് മാറുന്നു. സ്റ്റേറ്റ് ITPക്ക് 35,300 നിന്ന് 46,230 മാറുന്നു. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റിന് 21,175 നിന്ന് 23,410 വരുന്നു. ജില്ലാ എഞ്ചിനീയർക്ക് 44,020 രൂപയിൽ നിന്ന് 46,230 രൂപയിലേക്ക് പോകുന്നു. സ്റ്റേറ്റ് EFMS കൺസൾട്ടൻറ്റിന് 50,000 പ്ലസ് 1,000 ടെലിഫോൺ അലവൻസ് എന്നുള്ളത് 60,000 10,000 രൂപയുടെ വർധന വരുന്നു, 410 വരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു വർധനവാണ് NRGSൻ്റെ ആളുകൾക്ക് വന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ഉത്തരവ് ഇറങ്ങും മീൻസ് ഇറങ്ങി, അത് മൂവ് ചെയ്യുകയാണ്. ഇനി ജസ്റ്റ് ഒരു കാര്യം, ഫിനാൻസ് ആണല്ലോ ഇതിനെല്ലാം ഒരു ക്ലിയറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫിനാൻസിൻ്റെ ക്ലിയറൻസ് ആയിട്ടുണ്ട്. പിന്നെ പ്രൊസീജിയറാണ്, ഫയൽ നീക്കത്തിൻ്റെ ഒരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. നീക്കിക്കഴിഞ്ഞാൽ 1-2 ദിവസത്തിനകം തന്നെ ഓർഡർ ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് പക്ഷേ നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നപ്പോൾ തന്നെ ഇറങ്ങേണ്ട ഒരു ഉത്തരവായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇറങ്ങിയില്ല. പക്ഷേ ഇറങ്ങാതിരുന്നതിൻ്റെ കാരണക്കാരും മറ്റാരുമല്ല, തൊഴിലുറപ്പിലുള്ള തന്നെ ഒരു വിഭാഗം ആളുകൾ തന്നെയാണ് അതിന് കാരണക്കാരായിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇപ്പോൾ അർമാദിക്കാം. LSGD മന്ത്രി MP രാജേഷിൻ്റെ അടുത്ത് ഫയൽ എത്തുന്നുണ്ട്. അത് 4/2/26 രാജേഷിൻ്റെ അടുത്ത് ഫയൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഫയൽ എത്തിയത് കൊണ്ട് തന്നെ അത് ആക്ഷനിലേക്ക് വരും. അത് തീർച്ചയായിട്ടും ഫിനാൻസ് പാസ്സാക്കിയിട്ടുണ്ട്. ഫിനാൻസ് പാസ്സായാൽ LSGD മന്ത്രി കൂടി ഫയൽ കണ്ട്, അത് പ്രൊസീജിയർ മാത്രമാണ്, ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അർമാദിക്കാം. അപ്പോൾ എല്ലാവരും എനിക്ക് പൈസയൊക്കെ തരണം കേട്ടോ, കാശ് കിട്ടുകയാണ്. ഇനി കാശ് കിട്ടണമെന്ന് എന്ന് പറഞ്ഞാൽ ആരും കയറി ട്രോളരുത്. ഞാനൊരു സാന്ദർഭ്യമായി പറഞ്ഞതാണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, തൊഴിലുറപ്പുകാരെ സംബന്ധിച്ച് നിരവധി വീഡിയോസ് നമ്മൾ സുഭാഷിതത്തിലും പിന്നെ നമ്മുടെ ഇതിലും ഇട്ടായിരുന്നു, ഗ്ലോബൽ മലയാളി ന്യൂസിലും ഇട്ടായിരുന്നു. ഇപ്പോൾ ഇതിന് തീരുമാനമാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൊഴിലുറപ്പ് ജീവനക്കാർ അറിഞ്ഞിരിക്കേണ്ടത്, 5 മുതൽ 6% വരെയായിരുന്നു നിങ്ങൾക്ക് നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എടുക്കാൻ പറ്റിയിരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിക്കവാറും പ്രോജക്റ്റുകൾ അങ്ങനെ തന്നെയാണ്. പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റിൻ്റെ 6% അല്ലെ 5%, സാധാരണ 5% കൊടുക്കുക. നിങ്ങൾക്ക് 6% വരെ എടുത്തിട്ടും കേന്ദ്ര ഗവൺമെൻറ് നേരത്തെ ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ അത് 9% ആക്കിയിട്ടുണ്ട്. വലിയ ഹൈക്കാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇനിയും ശമ്പളം കൂട്ടാൻ അവസരമുണ്ട്, അവകാശമുണ്ട്. ഒരുപക്ഷേ 9% കൂട്ടിയതിന് ശേഷമാണ് നിങ്ങളുടെ പ്രപ്പോസൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു.
പക്ഷെ എന്നാലും ചോദിക്കുന്നതിനൊരു മര്യാദ വേണ്ടേ? അതിപ്പോൾ നിസാമുദ്ദീൻ IAS ആണ്, ഇപ്പോൾ കിലയുടെ ഡയറക്ടർ ജനറലായിട്ടുള്ള നിസാമുദ്ദീൻ IAS ആണ് ഇത് അയച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കുമ്പോൾ ഒരു ഹൈക്ക് വയ്ക്കുന്നതിനൊരു കണക്കുണ്ടല്ലോ. അപ്പോൾ മാക്സിമം വെച്ചായിരുന്നല്ലോ അയച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പക്ഷേ 9% വന്നിരുന്നെങ്കിൽ വേറെ കുറച്ച് രീതിയിൽ കൂടി ചെയ്യാമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. അതിനുശേഷമാണ് കേന്ദ്ര സർക്കാർ ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുകയും ഘടന മാറ്റുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൽ 9% വച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ 9% എന്ന് പറയുമ്പോൾ വലിയ തുകയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ചില കാര്യങ്ങൾ ചെയ്യാം. നല്ല പരിശീലനങ്ങൾ നടത്താം, ബുക്ക് ഇറക്കാം, പുസ്തകം ഇറക്കാം, യാത്ര നന്നായി ചെയ്യാം, TA എടുക്കാം, DA എടുക്കാം, ഓണറേറിയം കൊടുക്കാം, ക്ലാസ്സുകളുടെ പരമ്പര തന്നെ നടത്താം. അപ്പോൾ മുകളിലുള്ള ജില്ലാ സംസ്ഥാനതല ഓഫീസർമാർക്ക് കൊയ്ത്ത് കാലമാണ് വരുന്നത്. നിങ്ങൾക്ക് 9% പൈസ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് വലിയൊരു എമൗണ്ട് ആയിരിക്കും വരുന്നത്. കാരണം 6%-ൽ നിന്ന് 9% എന്ന് പറഞ്ഞാൽ പകുതി 50, 150, 100 എന്നുള്ള 150 ആവുകയല്ലേ. അപ്പോൾ വലിയ തുകയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും അത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ ഫയൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വലിയ ഒരു ഗുണം കിട്ടും. അപ്പോൾ എല്ലാ തൊഴിലുറപ്പ് ജീവനക്കാർക്കും ഇത് കിട്ടട്ടെ. ഉത്തരവ് ഓർഡർ പുറത്തിറങ്ങിയിട്ടില്ല, അതുകൊണ്ട് ബഹളം ഉണ്ടാക്കരുത്. പക്ഷേ ഓർഡർ പുറത്തിറങ്ങാനുള്ള പ്രൊസീജിയർ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഓർഡർ ഇറങ്ങുക മീൻസ് ഫിനാൻസ് മിനിസ്റ്റർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് നേരെ അത് LSGDയിൽ വന്ന് LSGDയിൽ മൂവില്ലെങ്കിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. അത് MP രാജേഷിൻ്റെ അടുത്തെത്തി, അദ്ദേഹം ഒപ്പിട്ട് പിന്നെ താഴേക്ക് വന്ന് ഫയലിൽ ഓർഡർ എടുക്കണം. പിന്നെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഫയലിൽ ഓർഡർ എടുക്കണം. ഫയലിൽ ഓർഡർ എടുത്ത് കഴിയുമ്പോൾ പിന്നെ ഫയൽ ഡ്രാഫ്റ്റ് ചെയ്യണം. GO ഡ്രാഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് അത് ഒരു അഡീഷണൽ സെക്രട്ടറി വരെയൊക്കെ ചിലപ്പോൾ പോയാൽ മതിയായിരിക്കും. ടുങ്കു ബിസ്വാൾ വരെയൊക്കെ പോയാൽ മതിയായിരിക്കും. മുകളിലോട്ട് പോകേണ്ട കാര്യം വരത്തില്ല, മന്ത്രിയുടെ അടുത്ത് പോകേണ്ട കാര്യം വരത്തില്ല. ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്തരവിന് മന്ത്രിയുടെ അടുത്ത് വരുന്നില്ല പ്രൊസീജിയർ അനുസരിച്ച്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2-3 ദിവസത്തിനകം, കാര്യം ഇപ്പോൾ കമ്പ്യൂട്ടർ ഫയൽ കൂടെയൊക്കെ ആയതുകൊണ്ട് വേഗത്തിൽ ഫയൽ പോകാനുള്ള സാധ്യത, ഈ ഫയലാണല്ലോ, ഇലക്ട്രോണിക് ഫയൽ ആയതുകൊണ്ട് വേഗത്തിൽ ഫയൽ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വേഗം ഇതിന് ഉത്തരവ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. തൊഴിലുറപ്പുകാർക്ക് അർമാദിക്കാം. കോളടിച്ചു എന്ന് ഞാൻ അന്ന് പറഞ്ഞത് കുറച്ച് ദിവസം താമസിച്ചിട്ടാണെങ്കിലും ഇപ്പോൾ റിയലായി ബമ്പർ അടിച്ചിരിക്കുകയാണ്, ലോട്ടറി അടിച്ചിരിക്കുകയാണ്, കോളടിച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ശമ്പള വർധനവ് യാഥാർത്ഥ്യം ആകുന്നു.